പിന്നെ ഇന്ന് നടന്ന സംഭവം ആരോടും പറയണ്ട. ഏയ്, ഞാൻ ആരോടും പറയില്ല. ഇതൊക്കെ അങ്ങനെ എല്ലാരോടും പറയാനൊക്കൂ? അമ്മാവന്മാരെങ്ങാനും അറിഞ്ഞാ എന്താ ഉണ്ടാവുമെന്ന് അറിയാലോ. ശരിയാ, തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി അല്ലേ? കുട്ടി എന്താ? ഒന്നുമില്ല, ഞാൻ നാളെ വരാം. എന്താ പറയാൻ വന്നത്? അത് പിന്നെ മറന്നുപോയി. കുട്ടി വയ്ക്കുള്ളൂ. അതെ, കുട്ടി കുട്ടി എന്നുള്ള ആ വിളിയുണ്ടല്ലോ, അതൊരു സുഖമില്ല. ഞാൻ തീരെ ചെറിയ കുട്ടിയായ പോലെ. ഡെവിളിനെന്നെ ബോബിന്ന് വിളിക്കാം. മുത്തശ്ശിക്ക് മാത്രം അവകാശപ്പെട്ട വിളിയാണത്. സത്യം പറഞ്ഞ വിളിക്കണമെന്ന് എനിക്കും തോന്നിയിരുന്നു. പക്ഷേ അത്രയ്ക്ക് സ്വാതന്ത്ര്യം എടുക്കാവോ എന്ന് സംശയിച്ച. അതിനെന്താ, ഡെവിള് വിളിച്ചോളൂ. വിളിക്കട്ടെ? ആ, ബോ ബോബി. എന്തോ ബോബി. ഓ ബോബി. എന്താടോ, തലയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ? ഏയ്, ഇന്നൊരു കബഡി കളിയുണ്ട്. പ്രാക്ടീസ് ചെയ്താ. കബഡി 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 കബഡി. കബഡിയാ? ഓ, കബഡി. ഇവന്റെ ഒരു കബഡി കളി കാരണം. എന്നിട്ട് നടന്നത് എന്താണെന്ന് പറ നീ. എന്റെ ക്ഷമ പരീക്ഷിക്കല്ലേ. മുത്തശ്ശിക്ക് സുഖമില്ലാത്തതാ. ആദ്യം പറ, എന്നിട്ട് തിന്നെ. എന്നിട്ട് രഞ്ജിത്രാറിന്റെ കൈ കയറി പിടിച്ചു. അമ്പടാ വീരാ, അവൻ രണ്ടും കൽപ്പിച്ചാ വന്നത്. ഞാൻ ശരിക്കും പേടിച്ചു. എന്നിട്ട് പെട്ടെന്നല്ലേ മുത്തശ്ശിയുടെ ബോബിക്കുട്ടിക്ക് ബുദ്ധി ഉദിച്ചത്. ഡെവിളിനെ കാണിച്ചിട്ട് എന്റെ ഭാവി വരനാണ് സിറ്റി കമ്മീഷണർ ആണെന്നൊരു വിടല് വിട്ടു. അതിലവൻ വരണ്ട മുത്തശ്ശി. നീ എന്തിനാ അങ്ങനെ പറയാൻ പോയത്? അതുകൊണ്ടല്ലേ ഡെവിള് ശരിക്കും ഡെയർ ഡെവിളായത്. പിന്നത്തെ പെർഫോമൻസ് ഒന്ന് കാണേണ്ടതായിരുന്നു മുത്തശ്ശി. ജാക്കി ചാന്റെ സിനിമ കാണുന്ന പോലെ. നമ്മുടെ ഡെവിൾ ആള് കൊള്ളാം കേട്ടോ. പക്ഷേ ഒരു കുഴപ്പം പറ്റി. ഡെവിളിന് എന്നോട് പ്രേമം. പേടിക്കണ്ട, ബോബിക്കുട്ടിക്ക് പ്രേമൊന്നുമില്ല. വൺവേയാ. മതി മതി, വൺവേ മതി. അല്ലെങ്കിൽ കൂട്ടിയിടിച്ച് വെറുതെ ആക്സിഡന്റ് ആകും. ആദ്യ ആക്സിഡന്റ്, പിന്നെ ഇപ്പൊ നായികയെ വില്ലന്റെ കയ്യിൽ നിന്നും രക്ഷിക്കൽ. ഒരു പ്രേമം തഴച്ചു വളരാൻ പിന്നെ എന്ത് വേണം? ഒരു ഇരയെ ഒത്തു കിട്ടിയതല്ലേ മുത്തശ്ശി. ഞാനിന്ന് ബോബിന്ന് വിളിക്കാനുള്ള പട്ടവും കൊടുത്തു ഡെവിളിന്. ഇതുപോലെ മുത്തശ്ശി ഒരുത്തിനെ വട്ടം കറക്കിയതാ പണ്ട്. അന്ന് ഞാൻ മദ്രാസി ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുകയായിരുന്നു. ചെറുപ്പുളശ്ശേരിക്കാരൻ ഒരു ശങ്കരവാരരുണ്ടായിരുന്നു ക്ലാസ്സില്. നീണ്ടും മെലിഞ്ഞ് പഴുതാര മീശയും വെച്ച് ആള് വലിയ കവിയായിരുന്നു. എന്നോടുള്ള പ്രേമം മൂപ്പര് കവിത എഴുതാൻ തുടങ്ങിയത് അതും വൺവേ തന്നെ. എന്നിട്ട് ഒരു ദിവസം എന്നെ ശല്യം ചെയ്യാൻ വന്ന 3-4 പൂവാലന്മാരെ കൈകാര്യം ചെയ്യാൻ മൂപ്പരെ പറഞ്ഞു വിട്ടു. നിന്റെ ഡെവിൾ അവരെ ഇടിച്ച് ചമ്മന്തിയാക്കിയെങ്കിൽ പാവം ശങ്കരവാരൻ ഇടി കൊണ്ട് 3 മാസം ആ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടന്നു. ആശുപത്രിയിൽ കിടന്ന അയാൾ ഒരു കവിത എഴുതി, ഒരു സന്ദേശകാവ്യം. കത്തിയിലോ ഭഗവാനെ, എന്താ ചെയ്യ? കെട്ടൊന്ന് അഴിച്ചു കിട്ടാനോ മുമ്പ് തന്നെ യോഗാസനക്കാരനെ ചവിട്ടേണ്ടത്. ഇങ്ങനെയൊന്നും കിടന്ന് ചത്ത ആൾക്കാരുടെ മുഖത്തെങ്ങനെ നോക്ക്. ഈ തള്ള എന്നെ കൊണ്ട് എന്റെ മാറിക്ക പേഷ്യന്റ് കുറച്ച് കാറ്റുകൊള്ളട്ടെ. പോയാ തണുത്തൂലോ കാല്. മറച്ചിട് മറച്ചിട് മറച്ചിടാൻ എന്നെയല്ലാതെ മറച്ചിടുന്നത് ഇവിടെ. ഇനി പറഞ്ഞു തരണോ? മറച്ചിട്. മരുന്ന് മറി. ശ്വാസം വന്നാ പറഞ്ഞോ കേട്ടോ. ഇങ്ങനെ മറക്കാൻ എന്താ പോരാത്ത? എന്റെ അമ്മേ, ഇവനുണ്ടല്ലേ. ഓക്സിജൻ ഓക്സിജൻ ഓക്സിജൻ. ഓക്സിജൻ വന്നില്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കൂട്ടോ. വന്നല്ലോ.
മാസ്ക് എടുക്കാൻ. വെച്ചോ, വലി തുറക്കാൻ പറഞ്ഞില്ലേ? വലിച്ചോ. ഇനി അതിനും കൂടി ഞാൻ പറഞ്ഞോ? അങ്ങനെ പോയിട്ടില്ല, മുതൽ പോയിട്ടില്ല. മാറ്. ഇനി പഴയ പോലെ എന്റെ അമ്മേ, അമ്മ ഞങ്ങളെ പേടിപ്പിച്ചോളൂ. മുത്തശ്ശി എനിക്കൊന്നും പറ്റിയില്ലടാ. പൊട്ടല്ലേ പൊട്ടല്ലേ, മുഴുവനായിട്ട് തുറക്ക്. ഓക്സിജൻ വലിക്കുമ്പോ എന്ത് സുഖ, ഇങ്ങനെയുണ്ട് ഒരു സുഖം. എനിക്ക് ശരിയായി.